ഹലോ. എങ്ങോട്ടാ രാവിലെ എന്നറിയോ? രാവിലെ ഒരു 6-6:30 ആയിട്ടുണ്ടാവേ. ഞങ്ങൾ തൃപ്രയാർ പോവുകയാണ്. അവിടെ അമ്മൂട്ടിയുടെ സ്കൂൾ അവിടെയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് വന്ന കാരണം അവൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടും പിന്നെ അവിടെ കുറച്ച് അമ്പലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ ദേ അമ്മൂട്ടിയുടെ സ്കൂളിലെത്തി. അമ്മൂട്ടീനെ സ്കൂളിലാക്കുകയാണ്. 10 o'clock വരെയൊക്കെ ക്ലാസ് ഉള്ളൂ. 8 o'clock ഞങ്ങൾക്ക് അവിടെ എത്തണമായിരുന്നു. ഞങ്ങളവിടെ എത്തി കൃത്യ ടൈമിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. നാലമ്പലത്തിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഫുൾ വണ്ടികളാണ് കേട്ടോ. തൃപ്രയാർ അമ്പലത്തിൻ്റെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ബ്ലോക്കായിരുന്നു. കുറേശ്ശെ വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് വരുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ആളുകളാണ് കേട്ടോ. അങ്ങനെ അമ്പലം പുഴ കടന്ന് ഞങ്ങൾ എവിടേക്കാണ്? പെരിങ്ങോട്ടുകര അവണങ്ങാട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് ആദ്യം. അവിടെ മാത്രം പോകണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ടൈം കുറേ ഉണ്ടായ കാരണം ഞങ്ങൾ 3 അമ്പലങ്ങളിലും പോയി. ദേവസ്ഥാനം, കാനാടിക്കാവ്, അയ്യോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ പേര്, ഞാൻ മറന്നുപോയി. അങ്ങനെ ഫസ്റ്റ് അമ്പലത്തിൽ ഞങ്ങൾ പോവാണ്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് മഴ നിന്നു. ഒരു പ്രത്യേക എന്തോ പറയാൻ നമുക്ക് അറിയില്ല, ഒരു പ്രത്യേക ഫീലാണല്ലേ. അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ കുറേയൊന്നും നമുക്ക് തൊഴുത് നടക്കേണ്ടതൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നമുക്ക് തന്നെ. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. അങ്ങനെ തിരിച്ച് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആൻറ്റി, ചേച്ചി, പിന്നെ ചേട്ടൻ്റെ വൈഫ്, മോനും ഒക്കെ കൂടിയിട്ടാണ് പോയത് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അടുത്ത അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. ദേവസ്ഥാനം എന്നാണ് പറയുക. അവിടെയും ഞങ്ങൾ തൊഴുതു. തിരക്കൊന്നുമില്ല കേട്ടോ. കാരണം 8 മണി 8:30 ഒക്കെ ആയിട്ടുള്ളൂ. അടുത്തത് ഈ അമ്പലത്തിൻ്റെ പേര് കാനാടിക്കാവെന്നോ അങ്ങനെ എന്താണ് കേട്ടോ, എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ 3 അമ്പലങ്ങളിലും നല്ല രീതിയിൽ തൊഴുത് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അമ്മൂട്ടീനെടുത്തു. തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയൊരു യാത്രയാണിത്.